നിർമ്മാണത്തിനിടെ മലപ്പുറം കൂരിയാട് ദേശീയപാത 66 സർവീസ് റോഡ് തകർന്ന സംഭവത്തിൽ ദേശീയപാത നിർമ്മാണ കമ്പനിയും ജനപ്രതിനിധികളും ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും. റോഡ് തകരാനുണ്ടായ സാഹചര്യം, തുടർ നടപടികൾ എന്നിവ ചർച്ചയാകും. UDF കൺവീനർ അടൂർ പ്രകാശും പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും AP അനിൽകുമാറും ഇന്ന് ഉച്ചയോടെ കൂരിയാട്ടെത്തുന്നുണ്ട്. പ്രദേശത്ത് ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ്. അതേസമയം റോഡ് ഒന്നാകെ പൊളിഞ്ഞു വീഴുകയായിരുന്നുവെന്ന് അപകടത്തിൽ പരിക്കേറ്റ ഷംസു പറഞ്ഞു. പരിക്കേറ്റ് റോഡിൽ അരമണിക്കൂർ കിടക്കേണ്ടി വന്നു എന്നും ഷംസു കൂട്ടിച്ചേർത്തു. ഇത് പെട്ടെന്ന് വണ്ടി ഓടുന്നതിലെ റോഡ് വിളിച്ച് വന്നാണ്. റോഡ് വിളിച്ച വണ്ടി സ്ലോ ആക്കി ചവിട്ടി നിർത്തി. റോഡിന് മേലെ പൊളിച്ചുകൊണ്ട് നന്നായിട്ട് വണ്ടിയിൽ മേലെ വന്നു. 4 സ്ത്രീകളും ഞാൻ നയിച്ചു. ഒരു കുട്ടിയുണ്ടായിരുന്നു. പരിക്ക് അവർക്ക് മൂക്കുന്ന ഒരാൾക്ക് സ്റ്റിച്ച്, ഒരാൾക്ക് തലക്ക് സ്റ്റിച്ച് കിട്ടുന്നു, രണ്ടാൾക്ക് ഊരൊക്കെ പറ്റുന്നു. എനിക്ക് ഈ കൈൻ്റെ ഈ ഭാഗത്ത്. ഇന്നലെ വൈകിട്ടോടെയാണ് കൂരിയാട് ഈ തരത്തിലൊരു വലിയ അപകടമുണ്ടായത്. ദേശീയപാത 66 നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലുള്ള ഭാഗത്ത് റോഡിന്റെ ഒരു ഭാഗം പാർശ്വഭിത്തി ഇടിഞ്ഞ് സർവീസ് റോഡിലേക്ക് വീഴുകയായിരുന്നു. സർവീസ് റോഡ് പാടെ തകർന്നു. ഏതാണ്ട് റോഡ് ഇരുന്ന നിലയിലാണ്. ചതുപ്പ് പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ നിർമ്മാണത്തിലെ ആ ഭാഗത്തേക്കപ്പുറത്തേക്ക് ആ സ്ഥലത്തിന് ഇത്രയും ഭാരമുള്ള ഒരു നിർമ്മിതി താങ്ങാൻ കഴിയാതെ പോയി എന്നതാണ് ഇങ്ങനെയൊരു വലിയ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് കരുതുന്നത്. ഗതാഗതം വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. CV അനുമോദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനുമോദ്, ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, ആ പ്രദേശത്തിന്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ്. അങ്ങനെ ഒരു ഭാഗത്ത് ഇത്രയും ഭാരമുള്ള ഒരു നിർമ്മിതി താങ്ങാൻ കഴിയുമായിരുന്നോ? ഇതിന് സമാനമായ രീതിയിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ ഉണ്ട്. ഇനി ഭാവിയിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? ഇത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒപ്പം ഗതാഗത നിയന്ത്രണമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാതയിൽ ഈ സമയമാവുമ്പോഴത്തേക്കും തിരക്ക് വരുന്ന സമയമാണ്. മഴയുണ്ട്. ഇതെല്ലാം കൂടി എങ്ങനെയൊക്കെയാണ് അവിടുത്തെ സ്ഥിതി ഇപ്പോൾ? ശ്രീജ, നല്ല മഴ പെയ്യുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട് ഇവിടെയുള്ളത്. കാരണം നിലവിൽ തന്നെ ദുർബലാവസ്ഥയിലുള്ള ഒരു മേഖലയിൽ കൂടുതൽ മഴ പെയ്ത് വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ആ സാഹചര്യങ്ങൾ കുറെ കൂടി വഷളാകുമോ എന്ന ആശങ്കയാണ് ഉയരുന്നത്. നേരത്തെ തന്നെ ഈ ഒരു പ്രദേശത്തിന്റെ ഭൂഘടന പാടത്തിന് നടുവിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ചതുപ്പ് നിലമാണ് 2 വശത്തും. ആ ചതുപ്പ് നിലത്തിൽ കൂടെ തന്നെയാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ വെള്ളം ഒഴുകി പോകേണ്ട വഴികൾ നിർമ്മാണ സമയത്ത് പൂർണ്ണമായിട്ടും അത് അടഞ്ഞു പോകുന്ന ഒരു സാഹചര്യം. അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന ഭൂമിക്കടിയിലേക്ക് വെള്ളം താഴ്ന്നു പോകുന്ന ഒരവസ്ഥ. ആ ഭൂമിക്കടിയിലേക്ക് സ്വാഭാവികമായിട്ട് വെള്ളം താഴ്ന്നു പോകുമ്പോൾ ആ മേഖലയിലെ മണ്ണ് കൂടുതൽ ദുർബലമാവുകയും ആ മണ്ണിൽ വലിയ ഭാരം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മണ്ണ് ഇടിയാനുള്ള ഒരു സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് ആയിരിക്കാം ഈ ഒരു റോഡ് ഇരിക്കുവാനുള്ള അല്ലെങ്കിൽ സർവീസ് റോഡ് തകരുവാനുള്ള ആ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് തന്നെ വേണം ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്തുവാൻ. ഇത് ശാസ്ത്രീയമായിട്ടുള്ളതല്ല, ഇതൊരു സാധാരണ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം മാത്രമായിട്ടാണ് നമുക്കിത് പറയാനാവുന്നത്. ഇനി ഇതിന്റെ ഈ ഒരു പ്രശ്നത്തിന്റെ അപകടത്തിന് കാരണം എന്താണ് എന്നതിനെ കുറിച്ച് ദേശീയപാത അതോറിറ്റി തന്നെയാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഹൈവേ നിർമ്മിക്കുന്ന അധികൃതർ തന്നെയാണ് വിശദീകരിക്കേണ്ടത്. ഇന്ന് രാവിലെ 10:30 ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിൽ ഈ പ്രൊജക്ട് ഡയറക്ടർ, ദേശീയപാത നിർമ്മാണത്തിന്റെ പ്രൊജക്ട് ഡയറക്ടർ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ MLA-മാരും ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടങ്ങളിലെ അധ്യക്ഷന്മാരും ഈ യോഗത്തിന്റെ ഭാഗമാകുന്നുണ്ട്. ഈ യോഗത്തിൽ എന്തെല്ലാം കാരണങ്ങളാണ് ദേശീയപാത അതോറിറ്റി ഈ ഒരു അപകടത്തിന് വഴിയൊരുക്കിയതെന്ന കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ഇനി പുനർനിർമ്മിക്കേണ്ടതുണ്ട്. നിലവിലെ ഇതേ ഘടനയിൽ ഇത് പുനർനിർമ്മിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് മറ്റൊരു അപകടത്തിലേക്ക് വഴിയൊരുക്കുമെന്ന ആശങ്ക എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എന്ത് മാറ്റങ്ങൾ ഇതിൽ വരുത്തും, എത്ര സമയം ഇതിനെടുക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വിവിധ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ ദേശീയപാത ഈ നിർമ്മാണ കമ്പനി ഇന്ന് ബാധ്യസ്ഥരാണ്. അവരെന്തെല്ലാം കാര്യങ്ങൾ ഈ യോഗത്തിൽ വിശദീകരിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുശേഷം കളക്ടർ ഒരുപക്ഷെ ഈ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കാൻ സാധ്യതയുണ്ട്. അതേസമയം തന്നെ നമുക്കറിയാം, ദേശീയപാതയിൽ ഏറ്റവും തിരക്കേറിയ സമയമാണ് ഇനിയുള്ള 9 മണി മുതലുള്ള സമയം. അപ്പോൾ നിലവിൽ ഈ നമ്മൾ നിൽക്കുന്ന ഹൈവേയുടെ താഴത്തുകൂടെയാണ് വാഹനങ്ങളൊക്കെ തിരിച്ചുവിട്ടിരിക്കുന്നത്. കൂടുതൽ വാഹനങ്ങൾ വരുമ്പോൾ ഇവിടെ വലിയ ഗതാഗത കുരുക്കിന്റെ സാധ്യത തന്നെയാണ് കാണുന്നത്. കക്കാട് മുതൽ വഴിപ്പാറയിലൂടെയാണ് മമ്പാട് വഴി
വഴിപ്പാറയിലൂടെയാണ് ഗതാഗതം തിരിച്ചുവിട്ടിരിക്കുന്നത്. ഈ റോഡുകൾ ദേശീയപാതയുടെ പോലെയല്ല, സാധാരണ റോഡുകളാണ്. അതുകൊണ്ട് തന്നെ വലിയ വീതിയില്ലാത്ത വഴികളാണ്. അവിടെ സാധാരണയിൽ കൂടുതൽ വാഹനങ്ങൾ കടന്നു വരുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒരുപാട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഗതാഗതക്കുരുക്കിന് സാധ്യതയുണ്ട്. പലയിടത്തും ഗതാഗതക്കുരുക്ക് തുടങ്ങിയിട്ടുമുണ്ട്, വലിയ തോതിൽ എത്തിയിട്ടില്ലെങ്കിൽ പോലും. അപ്പോൾ അങ്ങനെ ഈ മേഖലയിലൂടെ കടന്നു പോകുന്നവർ ഇക്കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കി ഒരു ധാരണയോടെ വേണം ഇതിലൂടെ കടന്നു പോകാൻ എന്ന കാര്യം കൂടി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. 10:30 നേരത്തെ ഉച്ചയ്ക്ക് വിളിച്ചു ചേർത്ത യോഗം 10:30 ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. ആ യോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഈ ഒരു മേഖലയിലെ തുടർ നിർമ്മാണങ്ങളെക്കുറിച്ചും ഈ അപകടത്തിന് വഴിയൊരുക്കിയ സാഹചര്യങ്ങളെക്കുറിച്ചും ഒക്കെ കൃത്യമായ ഒരു വിവരം, അധികൃതരുടെ ഭാഗത്തു നിന്ന് വിശദീകരണം ആ യോഗത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ശ്രീജ. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്. മറ്റു വാർത്തകളിലേക്ക്. നാടിന്റെ നൊമ്പരമായി മാറിയിരിക്കുകയാണ് 3 വയസ്സുകാരിയായ കല്യാണി എന്ന പെൺകുട്ടി. എറണാകുളം തിരുവാങ്കുളത്ത് നിന്ന് ഇന്നലെ കാണാതായ കല്യാണിയുടെ മൃതദേഹം 8.5 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിൽ ആലുവ മൂഴിക്കുളം പാലത്തിനടിയിൽ നിന്ന് കണ്ടെത്തി. സംഭവത്തിൽ അമ്മയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തും ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അതേസമയം സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഇല്ലെന്ന് സന്ധ്യയുടെ അമ്മ അല്ലി പറഞ്ഞു. ഭർത്താവും സന്ധ്യയുമായി തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അവർ പ്രതികരിച്ചു. ഇവിടെ കയറി അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട്. അച്ഛനെ ചോദിച്ചുകൊണ്ട് മൂത്ത മോളും ഉണ്ട്. ചോദിച്ചിട്ട് പറയണില്ല, ഒരു കൂസലും ഇല്ല. കൊച്ചൻ്റെ അച്ഛൻ ചോദിച്ചു പറയുന്നുണ്ട്, കൊച്ച് വണ്ടിയിൽ വെച്ച് കൊച്ചങ്ങോട്ട് പോയെന്ന് കണ്ടില്ല, അങ്ങനെ പറഞ്ഞവള്. വരും, എന്തെങ്കിലുമൊക്കെ പൈസയൊക്കെ മതി, വേറെ ഒന്നും വേണ്ട. അപ്പം ഞങ്ങൾ എന്തെങ്കിലും പൈസ എന്തെങ്കിലും വേണ്ടി കൊടുക്കും. എപ്പോഴും ഇല്ല, മാസത്തിലൊക്കെ. ഇല്ല, അങ്ങനെ ദേഷ്യം വരും. ദേഷ്യം വന്നാൽ ഭയങ്കര ഇതാണ്, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇല്ല, അത് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അവരിൽ നിന്നുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായുള്ളൂ. ഞങ്ങള് ഈ ഇതിന് കൊച്ച് ഇനി ഇവിടെ ഇങ്ങോട്ട് വിടന്ത് പിള്ളേരെ ഇവിടെ അടുത്താക്കിയോണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റൂല. അതുകൊണ്ട് ഇവിടെ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു. ദേഷ്യപ്പെടണാരനോട് എന്തെങ്കിലും പറഞ്ഞവള് ദേഷ്യപ്പെട്ടു. ഭയങ്കര ഇതാണ് അമ്മോടൊക്കെ. ഇവിടെ സംഗതിയൊന്നും ഉണ്ടായില്ല, അത്രയും കുഴപ്പമില്ല. ഇത് ഭർത്താവ് ഇത്തിരി കുടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഈ തല്ലും പഴക്കും എന്തെങ്കിലും പറയുമ്പോ അങ്ങനെ ഉള്ള ഇതാണ്. അവൻ സ്നേഹത്തിലല്ല. തല്ലും, ഇങ്ങനെ കുരക്കിന് പിടിക്കും, അങ്ങനെ പിടിക്കും, ഇവിടെ കന്നത്തടിക്കും. അങ്ങനെ ഇത്തിരി വെള്ളവും കുടിക്കും ആള്. പറയാനോ തല്ലൂന്നൊക്കെ പറയുള്ളൂ. ഈ പണി ചെയ്ത് വെച്ചിട്ട് പിന്നെ അവള് മിണ്ടിയിട്ടില്ല. ഇവിടെ വന്ന് കയറി ഇവിടെ ഈ പെരയിൽ കയറി ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ അവര് പോലീസിനെ അറിയിച്ച്. പോലീസുകാർ വന്നപ്പോഴാണ് എന്താണെന്ന് ചോദിച്ചപ്പോഴും അപ്പോഴും പറഞ്ഞില്ല. മുൾക്കുളത്ത് ഇവിടെയും കൊണ്ട് പോയി അവിടെ ചെന്നപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ ഇവിടെ വന്ന് ഇറങ്ങിയ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞാണ് ഞങ്ങൾ അറിയണത്. ഇവിടെ പറഞ്ഞില്ല. പറഞ്ഞത് കൊച്ചിനെ എനിക്ക് ഓർമ്മയില്ലാന്ന് പോലീസുകാരോട് പറയുന്നു. ഞങ്ങളോട് പറഞ്ഞു ബസ്സിൽ ഞാൻ ഇറങ്ങിയപ്പോ പിന്നെ കൊച്ചിനെ കണ്ടില്ലാന്ന്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, ആ അമ്മയുടെ വാക്കുകളിലും ഒരു സ്നേഹമോ ഊഷ്മളതയോ ഒന്നും കാണാനില്ല. മകൾ ചെയ്ത ക്രൂരതയിൽ ഒരുപക്ഷെ വിറങ്ങലിച്ചു പോയതായിരിക്കാം. എങ്കിൽ പോലും മാനസികമായ പ്രശ്നങ്ങളില്ല, പകരം അവർ മാനസികമായ പ്രശ്നങ്ങളില്ല എന്ന് പറയുന്നതാണ്. പക്ഷേ ഈ ദേഷ്യവും ഒക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ കാര്യമായ കുടുംബ പ്രശ്നങ്ങളാണ് ഒരുപക്ഷെ ഇങ്ങനെ ഒരു ക്രൂരതയിലേക്ക് നയിച്ചത് എന്നാണോ നമുക്ക് പ്രാഥമികമായി എത്തുന്ന ഒരു നിഗമനം? ശ്രീജ, ഈ മനസ്സിലാക്കുന്നിടത്തോളം കുഞ്ഞുങ്ങളെ കൊല്ലാൻ നേരത്തെയും സന്ധ്യ ശ്രമിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഐസ്ക്രീമിൽ വിഷം ചേർത്ത് കൊടുക്കാൻ ശ്രമിച്ചു. അതിനുശേഷം മൂത്ത കുട്ടി കാശി അവനെ ടോർച്ച് കൊണ്ടടിച്ചു. ഈ ചെറിയ കുട്ടിയുടെ നെഞ്ചിൽ എന്തോ കൈ ചുരുട്ടി ഇടിക്കുകയോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇത് സന്ധ്യയുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ല ഈ കുഞ്ഞിനെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ചെയ്തിട്ടുള്ള എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. അത് മാത്രമല്ല, ഇന്നലെ 3:30 മണിക്ക് അംഗൻവാടിയിൽ നിന്നും കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുവരുന്നു. അതിനുശേഷം 6 മണിക്കാണ് ഈ മൂഴിക്കുളം പാലത്തിൽ നിന്നും കുഞ്ഞിനെ താഴോട്ടിടുന്നത്. ഇത്രയും സമയത്തിനുള്ളിൽ സന്ധ്യയ്ക്ക് വേണമെങ്കിൽ ആ തീരുമാനം മാറ്റാമായിരുന്നു. അതായത് സന്ധ്യ പെട്ടെന്ന് ഉണ്ടായ ഒരു ക്ഷോഭത്തിൻ്റെ പേരിലെടുത്ത തീരുമാനമാണെങ്കിൽ അത് മാറ്റിയെടുക്കാനുള്ള സമയം സന്ധ്യയോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് മുതിരാതെ
കുഞ്ഞിനെ ഈ പാലത്തിൻ്റെ മൂന്നാമത്തെ തൂണിൽ നിന്നാണ് കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. ഈ പാലത്തിൽ നിന്ന് സന്ധ്യ വെള്ളത്തിലേക്ക് എടുത്തിടുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് തിരുവാങ്കുളത്തു നിന്നും ആലുവയിൽ എത്തിയ ശേഷമാണ് ഇവിടേക്ക് വരുന്നത്, മൂഴിക്കുളത്തേക്ക് വരുന്നത്. ഇത്രയും ദൂരം യാത്ര ചെയ്ത ശേഷമാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് വന്നത്. അതായത് പെട്ടെന്നെടുത്ത ഒരു തീരുമാനമായിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ ആണ് പോലീസിന് വ്യക്തതയുള്ളത്. കാരണം ഇത് കരുതിക്കുട്ടി കുഞ്ഞിനെ കൊലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്തതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെയും കൊലപാതക ശ്രമങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് കുഞ്ഞിനങ്ങൾക്ക് ഐസ്ക്രീം കൊടുക്കുന്നതൊക്കെ ഒഴിവാക്കിയിരുന്നുവെന്ന് സന്ധ്യയുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ പറയുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം കൂടി ഉള്ളപ്പോഴും എന്തുകൊണ്ടാണ് അമ്മ കൂട്ടാൻ അംഗൻവാടിയിൽ ഇടയ്ക്കിടയ്ക്ക് ചെല്ലാറുണ്ട് എന്ന് അംഗൻവാടി അധ്യാപികയും പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് പിന്നെ സന്ധ്യയോടൊപ്പം കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് വിടാനുള്ള സാഹചര്യം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. മാത്രമല്ല സന്ധ്യയ്ക്കൊരു മാനസിക അസ്വാസ്ഥ്യമുണ്ട്, മാനസിക ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് പോലീസ് കഴിഞ്ഞ ദിവസം മുതൽ പറയുന്നുണ്ട്. അമ്മ അത് സമ്മതിക്കുന്നില്ല. സന്ധ്യയുടെ അമ്മ, നമ്മൾ ആ ബൈറ്റ് കേട്ടതാണ്, സന്ധ്യയുടെ അമ്മ അത് സമ്മതിക്കുന്നില്ല. സന്ധ്യയുടെ അമ്മ പറയുന്നത് ദേഷ്യം പെട്ടെന്ന് വരും, ദേഷ്യം പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് അവൾക്ക് തന്നെ അറിയില്ല. എല്ലാം എറിഞ്ഞു പൊട്ടിക്കുന്ന സ്വഭാവമുണ്ട്, കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന സ്വഭാവമുണ്ട്. അതായത് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് അവർ ദേഷ്യപ്പെടാറുണ്ടായിരുന്നു, വികാര വിക്ഷോഭം കൊള്ളാറുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അമ്മ പറയുന്നത്. അത്തരം ട്രീറ്റ്മെൻറ്റുകളൊന്നും അതിനെടുത്തിട്ടില്ല എന്നാണ് അമ്മ വ്യക്തമാക്കുന്നത്. എന്തായാലും മാനസികാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആദ്യം പോലീസ് മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യം. അത്തരം കാര്യങ്ങൾ പരിശോധിച്ച് വരുന്നുണ്ട്. അത് മാത്രമല്ല ഈ മൊഴി, അതായത് നമുക്ക് അറിയാം ഇന്നലെ മുതൽ സന്ധ്യയായിരുന്നു ഈ കുഞ്ഞിലേക്ക് എത്തുന്ന ദൂരം കൂട്ടിയത് എന്ന് വേണം പറയാൻ. ഇത്രയും നിർണായകമായ ഒരു തീരുമാനമെടുക്കാൻ പോലീസിനെ കുഴപ്പിച്ചതുപോലും സന്ധ്യയായിരുന്നു. കാരണം സന്ധ്യ പലതവണ പല മൊഴികൾ പറയുന്നു. കുഞ്ഞിനെ നഷ്ടപ്പെട്ടോ എന്ന് പറയുന്നു. കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിൽ മിസ്സിംഗ് കേസായിട്ട് അത് രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ മിസ്സിംഗ് കേസായി മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിൽ കുഞ്ഞിനെ തിരയാനുള്ള നീക്കങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. നാട്ടുകാർ അതിൽ ജോയിൻ ചെയ്യുന്നു. ജില്ല മുഴുവൻ അല്ലെങ്കിൽ ജില്ലയ്ക്ക് പുറത്തേക്കും അതിനുള്ള മെസ്സേജുകൾ പാസ് ചെയ്യുന്നു. സോഷ്യൽ മീഡിയകളിലൊക്കെ ഇതിനു വേണ്ടിയുള്ള ക്യാമ്പയിനുകൾ ക്യാമ്പയിനുകൾ നടക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അതായത് സന്ധ്യയും കുഞ്ഞും കൂടി വരുന്ന തിരുവാങ്കുളത്തു നിന്ന് വരുന്ന ഒരു CCTV ദൃശ്യവും അതിനുശേഷം സന്ധ്യ തനിച്ചു പോകുന്ന CCTVയും ദൃശ്യവും പോലീസിന് കിട്ടിയതോടെയാണ് പോലീസിന് കാര്യങ്ങൾക്കൊരു വ്യക്തത വന്നത്. അതിനുശേഷം സന്ധ്യയെ ചോദ്യം ചെയ്തപ്പോഴാണ്, ചോദ്യം ചെയ്യലിൻ്റെ രീതി മാറ്റിയപ്പോഴാണ് സന്ധ്യ കൃത്യമായ കാര്യം പറയുന്നത്. ഈ മൂഴിക്കുളം പാലത്തുനിന്നും കുഞ്ഞിനെ എടുത്ത് വെള്ളത്തിലേക്കിട്ടു എന്ന് പറയുന്നത്. ഈ 4.5 മണിക്കൂർ തെരച്ചിലിനൊടുവിലാണ് കുഞ്ഞിനെ ഇവിടെ നിന്ന് കണ്ടെത്തിയത്. വൈകുന്നേരം 6 മണിയോട് കൂടിയാണ് കുഞ്ഞിനെ ഇതിലേക്ക്, അതായത് 8.5 മണിക്കൂറിനാണ് കുഞ്ഞ് മിസ്സിംഗ് ആണെന്നും അതിൽ തെരച്ചിലുമൊക്കെ ആയിട്ട് 8.5 മണിക്കൂറാണ്. ഈ 4.5 മണിക്കൂർ സമയത്തിന് മുൻപ് തന്നെ കുഞ്ഞ് മരിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു 3.5 വയസ്സുകാരി അമ്മയുടെയോ അച്ഛൻ ഈ പറയുന്ന ഗാർഹിക പീഡനത്തിന് അമ്മയെ ഇരയാക്കിയിട്ടുണ്ടെങ്കിൽ അത്തരം ഫാമിലി പ്രശ്നങ്ങൾക്ക് ഒരു 3.5 വയസ്സുകാരിയുടെ മാനസിക ആരോഗ്യം കൂടി അതിന് പ്രശ്നമാകുന്നു എന്ന്, 3.5 വയസ്സുകാരിയെ കൊല്ലുന്നതിലേക്ക് ആ മാനസിക ആരോഗ്യം കൂടി പ്രശ്നമാകുന്നു എന്ന് പറയുന്നിടത്തേക്ക് നിൽക്കുകയാണ് ഈ വരുന്ന പ്രശ്നങ്ങളെല്ലാം എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളുടെ ഭാവി പോലും സുരക്ഷിതമാക്കാത്ത, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ജീവന് പോലും വില കൽപ്പിക്കാത്ത തരത്തിലേക്ക് പാരൻസ് മാറുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് സന്ധ്യ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. സന്ധ്യ ഗാർഹിക പീഡനത്തിന് ഇരയായിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. അമ്മ തന്നെ പറയുന്നുണ്ട്, കഴുത്തിന് അമർത്തിപ്പിടിക്കുകയും സന്ധ്യയെ ഉപദ്രവിക്കുകയും കള്ളു കുടിച്ചിട്ട് വന്ന് മദ്യപിച്ച് വന്ന ശേഷം ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു ഭർത്താവെന്ന് പറയുന്നുണ്ട്. സന്ധ്യ വീട്ടിൽ നിന്ന് കാശ് വാങ്ങിയിരുന്നു, ഇതൊന്നും വീട്ടിൽ കൊടുക്കുക, ഭർത്താവിന് ഇതൊന്നും ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, അതായത് സന്ധ്യയ്ക്ക് പുറത്തൊരു ജോലി ചെയ്യാൻ പുറത്ത് വിടുകയോ അതല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും ഭർത്താവിനും വീട്ടുകാർക്ക് ഇഷ്ടമായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും എന്ത് തരം പ്രശ്നമാണെങ്കിൽ പോലും സ്വന്തം കുഞ്ഞിൻ്റെ ജീവൻ എടുക്കുന്നതിലേക്ക് അത് എത്തിച്ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നത്തിൻ്റെ ഏറ്റവും വലിയ തീവ്രത, നിഷ്ഠൂരത വ്യക്തമാകുന്നത്. ഒരമ്മ തന്നെ സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കിയാണ് ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വാശിയുടെ എന്നാണ്. അങ്ങനെ നിയന്ത്രണാതീതമായി ദേഷ്യം വരുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും സ്വന്തം കുഞ്ഞുങ്ങളെ ക്രൂരമായി ഉപദ്രവിക്കുന്നതുമൊക്കെ മാനസിക പ്രശ്നം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതും ദുഃഖകരമാണ്. പക്ഷേ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, മുൻപും കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്താൻ അല്ലെങ്കിൽ ക്രൂരമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് ആ കുഞ്ഞുങ്ങളെ ആ അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നത് എത്രമാത്രം അപകടകരമായിരുന്നു എന്നൊരു ചിന്ത കൂടി വരികയാണ്. ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് വരാം.
ഇനി എന്നെന്നും. മോഷണക്കുറ്റം ആരോപിച്ച യുവതിയെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് വിലയിരുത്തൽ. ആരോപണ വിധേയരായ പോലീസുകാരെ മാറ്റി നിർത്താൻ മുഖ്യമന്ത്രി നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ന്യൂസ് 18നോട് പറഞ്ഞു. പോലീസ് പീഡനത്തിനിരയായ ബിന്ദുവിനെ ഇന്ന് സന്ദർശിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അങ്ങനെയുള്ള ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ ഒരാളെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജില്ലയിലെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള നിലയിൽ വിവരങ്ങൾ മനസ്സിലാക്കി മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുന്നുണ്ട്. ഇതേപോലെ ഉള്ള സൂചിപ്പിച്ചതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ വലിയ കാര്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഉണ്ടാവുന്ന ചില ബുദ്ധിമുട്ടാണ് ഉണ്ടായിട്ടുള്ളത്. പോലീസ് സേന ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ ഫലപ്രദമായും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നു. ഏതെങ്കിലും ഒരാൾ ചെയ്യുന്ന കാര്യം അത് പർവ്വതീകരിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഇക്കാര്യത്തിൽ വളരെ ഗൗരവമായിട്ട് തന്നെ ഗവൺമെന്റ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതും ചോദ്യം ചെയ്യലും ഒന്നും നടപടിക്രമങ്ങൾ പാലിച്ചായിരുന്നില്ല എന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുള്ള നിഗമനം. ഇതേക്കുറിച്ച് അന്വേഷിക്കുന്ന കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ സ്റ്റുവർട്ട് കീലർ ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകും. പേരൂർക്കട സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചു. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സാരംഗ്, ഈ വിഷയത്തിൽ എന്തായാലും വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നത് തന്നെയാണ് പ്രാഥമിക നിഗമനം. കാരണം ആ FIR ഇട്ടതിലടക്കം കാര്യമായ പ്രശ്നങ്ങളുണ്ട്. അത് പക്ഷെ ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്നതിൽ നിൽക്കുമോ അതോ കൂടുതൽ പേരിലേക്ക് പോകുമോ? എന്താണ് നമുക്ക് മനസ്സിലാവുന്ന വിവരങ്ങൾ? തീർച്ചയായും ശ്രീജ, ഒരു SIയുടെ സസ്പെൻഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തോന്നുന്നില്ല. കാരണം ബിന്ദുവിന്റെ പരാതിയിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ച സമയത്തും ഇത് പറയുന്നുണ്ട്. 2 വനിതാ ഉദ്യോഗസ്ഥരും SIയും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനും ബിന്ദുവിനെ മാനസികമായി വളരെയധികം അധിക്ഷേപിച്ചു. വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും അസഭ്യം പറയുകയും സ്റ്റേഷനിൽ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ മറ്റേ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും സമ്മതിച്ചില്ല എന്നുള്ള രീതിയിലായിരുന്നു ബിന്ദു നമ്മളോട് പ്രതികരിച്ചത്. പരാതിയിലും അത് കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ SIയുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ SIക്ക് സാധിച്ചില്ല, തെറ്റുപറ്റി എന്ന് മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് SIക്ക് സസ്പെൻഷൻ നടപടികൾ നേരിടേണ്ടി വന്നത്. പക്ഷേ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. കാരണം 23-ാം തീയതി വൈകുന്നേരം സ്റ്റേഷനിൽ കഴിഞ്ഞ മാസം 23-ന് പേരൂർക്കട സ്റ്റേഷനിലെത്തിയ ബിന്ദുവിനെ അടുത്ത ദിവസം 12 മണി വരെയാണ് സ്റ്റേഷനിൽ പിടിച്ചുവെച്ചത്. കൃത്യമായി കാര്യങ്ങൾ അന്വേഷിച്ചറിയാനോ ബിന്ദുവിനെ ഒരു മോഷ്ടാവ് എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് നോക്കിക്കേണ്ടത്. ബിന്ദുവിന്റെ ഭാഗം കേൾക്കാനോ മറിച്ച് ബിന്ദുവിന് ഭക്ഷണം നൽകാനോ വെള്ളം നൽകാനോ ഒന്നും സ്റ്റേഷൻ അധികാരികളുടെ ഭാഗത്തുനിന്ന് SI ഉൾപ്പെടെയുള്ള സ്റ്റേഷൻ അധികാരികളുടെ ഭാഗത്തു നിന്നും ഒന്നും നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവതിയാണ്. അത്തരത്തിലുള്ള ഒരു പരിഗണനയോ കാര്യങ്ങളോ ഒന്നും ബിന്ദുവിന് ലഭിച്ചിരുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഇത് ഇന്നത്തെ റിപ്പോർട്ടിനനുസരിച്ചിരിക്കും മറ്റുള്ള പോലീസുകാർക്കെതിരെയുള്ള നടപടികളും കാര്യങ്ങളുമെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മറ്റുള്ള പോലീസുകാർക്കെതിരെയും നടപടികൾ കൈക്കൊള്ളാനാണ് സാധ്യത. കാരണം CCTV ദൃശ്യങ്ങളും കാര്യങ്ങളെല്ലാം പരിശോധിച്ച് വരുമ്പോൾ ബിന്ദുവിന്റെ പരാതിക്ക് അനുകൂലമായിട്ടുള്ള രീതികളാണ് കണ്ടെത്തലുകളെന്നെങ്കിൽ മറ്റുള്ള പോലീസുകാരും ഇതുപോലെ തന്നെ SI നേരിട്ടതുപോലെ വകുപ്പ് തല നടപടികൾ നേരിടാനുള്ള സാധ്യതകൾ ഏറെയാണ്. സാരംഗാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മറ്റ് വാർത്തകളിലേക്ക്. പാക് ഭീകരത ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടാനും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള സാഹചര്യങ്ങൾ വിശദീകരിക്കാനുമുള്ള സർവകക്ഷി സംഘത്തിന്റെ യാത്ര നാളെ തുടങ്ങുകയാണ്. സന്ദർശനത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് സംഘാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വിശദീകരിക്കും. JDU നേതാവ് സഞ്ജയ് ഝാ, ശിവസേന നേതാവ് ശ്രീകാന്ത് ഷിൻഡെ എന്നിവർ നയിക്കുന്ന സംഘമാണ് ആദ്യം യാത്ര തിരിക്കുക. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, ഇന്ത്യ പാക് സംഘർഷത്തിന് ശേഷമുള്ള സാഹചര്യങ്ങൾ വിശദീകരിക്കുകയാണ് ആദ്യ ലക്ഷ്യം. ഒപ്പം പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുക എന്ന വലിയ ലക്ഷ്യവുമായി ഒരു നയതന്ത്ര ദൗത്യം തന്നെയാണ് ആരംഭിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് ഇവരുടെ ഈ 7 സംഘങ്ങളുടെ യാത്രകൾ ക്രമീകരിച്ചിരിക്കുന്നത്? ആദ്യ സംഘം എങ്ങോട്ടാണ് പോകുന്നത്? ശ്രീജ, അത്തരത്തിലുള്ള ദൗത്യത്തിന് നാളെ തുടക്കം കുറിക്കുകയാണ്. കാരണം സർവകക്ഷി സംഘം നാളെ യാത്ര ആരംഭിക്കും. നിലവിൽ 7 സംഘങ്ങൾ, 59 അംഗങ്ങൾ, 38 രാജ്യങ്ങൾ. അതിൽ 59 അംഗങ്ങളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധി യൂസഫ് പട്ടാനായിരുന്നു. തൃണമൂൽ കോൺഗ്രസ് പിന്മാറിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ 58 അംഗങ്ങളാണ് 32 രാജ്യങ്ങൾ സന്ദർശിക്കുക. ഏതായാലും നാളെ യാത്ര തിരിക്കുന്നത് 2 സംഘങ്ങളാണ്. അതൊന്ന്
JDU നേതാവ് സഞ്ജയ് ഝാ നയിക്കുന്ന സംഘമാണ്. മറ്റൊന്ന് ശിവസേന നേതാവ് ശ്രീകാന്ത് ഷിൻഡെ നയിക്കുന്ന സംഘമാണ്. സഞ്ജയ് ഝാ നയിക്കുന്ന സംഘം ആദ്യം പോകുന്നത് ജപ്പാനിലാണ്. അതിനുശേഷം ഇന്തോനേഷ്യ, മലേഷ്യ, ദക്ഷിണ കൊറിയ, ഒപ്പം തന്നെ സിംഗപ്പൂർ എന്നിവിടങ്ങളിലും ഈ സംഘം സന്ദർശിക്കും. ശ്രീകാന്ത് ഷിൻഡെ നയിക്കുന്ന സംഘം ആദ്യം എത്തുന്നത് UAE-യിലാണ്. തുടർന്ന് ലൈബീരിയ, കോങ്കോ തുടങ്ങിയ രാജ്യങ്ങളിലും ഇവർ സന്ദർശനം നടത്തും. കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഏതായാലും 22-ാം തീയതി, അതായത് മറ്റന്നാളാണ് യാത്ര തിരിക്കുന്നത്. അവർ റഷ്യയിലാണ് ആദ്യം പോകുക. അതിനുശേഷം സ്ലൊവേനിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളും സന്ദർശിക്കും. ഇന്ന് ഏതായാലും വിക്രം മിശ്രി, വിദേശകാര്യ സെക്രട്ടറി, ഈ 3 സംഘങ്ങളുമായാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. സ്വാഭാവികമായും എന്താണ് ഈ ദൗത്യം കൊണ്ട് ലക്ഷ്യമിടുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ വിശദീകരിക്കും തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാവുക. കാരണം ഇന്ത്യ നേരത്തെ തന്നെ നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെതിരെ നീക്കം തുടങ്ങിയതാണ്. അതിർത്തി അടച്ചു, ഒപ്പം തന്നെ സിന്ധു നദീ ജല കരാർ മരവിപ്പിച്ചു, ഇറക്കുമതി നിരോധിച്ചു. അങ്ങനെ പലതരത്തിലുള്ള നീക്കം ഇന്ത്യയുടെ ഭാഗത്തുണ്ടായി. ഇപ്പോൾ ഏതായാലും പാകിസ്ഥാൻ ഭീകരതയുടെ ഹബ്ബാണ്. അക്കാര്യം ലോകരാജ്യങ്ങളെ അറിയിക്കുക, ഒപ്പം ഓപ്പറേഷൻ സിന്ദൂർ എന്തുകൊണ്ട് ഇന്ത്യക്ക് സ്വീകരിക്കേണ്ടി വന്നു എന്ന കാര്യം കൂടി അറിയിക്കുക. ഇതാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം. സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ വിദേശകാര്യ സെക്രട്ടറി അറിയിക്കും. അതിനുശേഷം 23-ാം തീയതിയാണ് രണ്ടാമത്തെ യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ശശി തരൂർ അടക്കമുള്ളവർ നയിക്കുന്ന സംഘത്തെ അന്നാണ് കൂടിക്കാഴ്ച നടത്തുക. സുപ്രിയ സുലെ നയിക്കുന്ന സംഘം, ഒപ്പം തന്നെ ശശി തരൂർ നയിക്കുന്ന സംഘം, രവിശങ്കർ പ്രസാദ് നേതൃത്വം നൽകുന്ന സംഘം, ബൈജയന്ത് പാണ്ഡെ നേതൃത്വം നൽകുന്ന സംഘം, ഈ 4 സംഘങ്ങളും 24-നാണ് യാത്ര തിരിക്കുന്നതിൽ ശശി തരൂർ നേതൃത്വം നൽകുന്ന സംഘം US-ഉം ബ്രസീലും സന്ദർശിക്കും. ആദ്യം ഗയാന സന്ദർശിക്കും. അതിനുശേഷമായിരിക്കും മറ്റു രാജ്യങ്ങളിലേക്ക് പോവുകയെന്ന് ശശി തരൂർ ഇന്നലെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീജ, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരുപക്ഷെ ഇങ്ങനെ ഒരു വിദേശ നയതന്ത്ര ദൗത്യവുമായി ഇന്ത്യയും പാകിസ്ഥാനും ഒരേ സമയം ഇറങ്ങുമ്പോൾ അതിന്റെ മുഖമാവുന്ന 2 പേർ ഒരു സൈഡിൽ ശശി തരൂറും മറുവശത്ത് ബിലാവൽ ഭൂട്ടോയുമാണ് എന്നതാണ്. അവർ തമ്മിൽ നേർക്കുനേർ വരുമ്പോൾ ആർക്ക് ആരെ തോൽപ്പിക്കാൻ കഴിയും, ആരെ തോൽപ്പിക്കും എന്നതൊക്കെ വളരെ കൗതുകകരമായി തോന്നുന്നുണ്ട്. അതെ ശ്രീജ, ഇന്ത്യയുടെ മൊത്തത്തിൽ സ്ട്രാറ്റജിയിൽ ഇത്തവണ മാറ്റമുണ്ട് എന്ന് തന്നെ പറയാം. അത് ഓപ്പറേഷൻ സിന്ദൂർ ആയാലും അതിനുശേഷം കൈക്കൊണ്ട നടപടിയായാലും ഒക്കെ തന്നെ വലിയ മാറ്റമുണ്ട്. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ ഇത്തരം തിരിച്ചടി നൽകിയാൽ പോലും അതിന് തെളിവുണ്ടാകാറില്ല. ഇത്തവണ പ്രതിപക്ഷം തെളിവൊക്കെ തന്നെ ചോദിച്ചിരുന്നു. അതിന് ഓരോ ദിവസവും ഇപ്പോൾ തെളിവ് സേന തന്നെ പുറത്തുവിടുന്നുണ്ട്. മാത്രവുമല്ല, ഇത്തരത്തിലൊരു ദൗത്യവും ഒരുപക്ഷെ നമ്മൾക്ക് കേട്ടുകേൾവിയില്ലാത്തതാണ്. അപ്പോൾ ഇന്ത്യ അത്തരമൊരു നീക്കം തുടങ്ങി. അതിന് പിന്നാലെ പാകിസ്ഥാനും അത് ഏതാണ്ട് അനുകരിച്ച് അത്തരത്തിൽ ഒരു ദൗത്യത്തിന് ഇപ്പോൾ നേതൃത്വം നൽകുകയാണ്. പ്രത്യേകിച്ച് മുൻ വിദേശകാര്യ മന്ത്രി കൂടിയായ ബിലാവൽ ഭൂട്ടോയാണ് പാകിസ്ഥാന്റെ സംഘത്തിന് നേതൃത്വം നൽകുന്നത്. ഇതുപോലെ 7 സംഘങ്ങളില്ല, പക്ഷേ ആ സംഘത്തിൽ മറ്റു മുതിർന്ന നേതാക്കളുണ്ട്, മുൻ മന്ത്രിമാരുണ്ട്. പ്രത്യേകിച്ച് മുൻ മന്ത്രിമാരായ ഖുറാം ദസ്തിഗർ ഖാൻ, ഒപ്പം തന്നെ ഹിന റബ്ബാനിഗർ മുൻ വിദേശകാര്യമന്ത്രി, കൂടാതെ മുൻ വിദേശകാര്യ സെക്രട്ടറി ജലീൽ അബ്ബാസ് ജിലാനി തുടങ്ങിയവരൊക്കെ തന്നെ ഈ സംഘത്തിന്റെ ഭാഗമാണ്. ഏതായാലും ഇപ്പോൾ ഇംഗ്ലീഷ് മാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട തലക്കെട്ട് തരൂർ വേഴ്സസ് ബിലാവൽ ഭൂട്ടോ എന്നാണ്. അതിന് പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ബിലാവൽ ഭൂട്ടോ മുൻ വിദേശകാര്യമന്ത്രിയാണ്. ശശി തരൂർ ആകട്ടെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അറിയപ്പെടുന്ന വ്യക്തിത്വമാണ്. സ്വാഭാവികമായും ഈ 2 പേരും സന്ദർശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രാജ്യം US ആണ്. കാരണം US-ഉം ഒപ്പം തന്നെ ഇംഗ്ലണ്ടുമാണ് ബിലാവൽ ഭൂട്ടോ അടക്കമുള്ള സംഘം സന്ദർശിക്കുന്നത്. അമേരിക്ക ഈ വിഷയത്തിൽ പലപ്പോഴായി ഇടപെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് സംഘർഷം അവസാനിപ്പിക്കണമെന്ന് ഒരുപക്ഷെ ഈ 2 രാജ്യങ്ങളോടും ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടുള്ള അമേരിക്കയാണ്. അപ്പോൾ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ഈ 2 നേതാക്കളും എങ്ങനെ അവരുടെ നിലപാട് വിശദീകരിക്കുമെന്നുള്ളതും ഇനി അറിയാൻ പോകുന്ന വിഷയമാണ്, ശ്രദ്ധേയമാകുന്ന വിഷയവുമാണ്. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. കോൺഗ്രസ് നേതൃത്വവുമായി അതേസമയം ശശി തരൂരിന്റെ ഏറ്റുമുട്ടൽ തുടരുകയാണ്. അതൊരു സംയമനത്തിന് വഴിമാറാനുള്ള സാധ്യത വിരളമാണെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതേസമയം പാർട്ടിയുടെ ഭാഗമായി നിന്ന് പാർട്ടിയെ തന്നെ വെട്ടിലാക്കുന്ന ഈ ശൈലി തുടരാൻ തരൂരിനെ അനുവദിക്കരുത് എന്ന നിലപാടിലാണ് ഹൈക്കമാൻഡിലെ ഒരു വിഭാഗം. സമാന മനസ്കരെ ഒപ്പം നിർത്തി പാർട്ടിയെ പിളർത്താനുള്ള നീക്കമാണോ തരൂർ നടത്തുന്നത് എന്ന സംശയമാണ് കോൺഗ്രസ് പാളയത്തിൽ ബലപ്പെടുന്നത്. അതേസമയം BJP താവളത്തിലേക്ക് ചേക്കേറാനുള്ള വഴിയൊരുക്കലായി നിലവിലെ സാഹചര്യങ്ങളെ വിലയിരുത്തുന്നവരും കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട്. എന്നാൽ പാർട്ടി നിലപാടിന് വിരുദ്ധമായ സമീപനം ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് തുടർന്നാൽ പ്രവർത്തക സമിതി അംഗം എന്ന പരിഗണന നിലനിർത്തേണ്ടതില്ലെന്ന കടുത്ത വിമർശനം ഉന്നയിക്കുന്നവരും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിലുണ്ട്. താക്കീതിന് പ്രസക്തിയില്ലെന്നും നടപടിയാണ് വേണ്ടതെന്നുമുള്ള നിലപാടിൽ ആണ് ജയറാം രമേശ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ. അതേസമയം തിടുക്കത്തിൽ നടപടിക്ക് മുതിർന്നാൽ അത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന് തിരിച്ചടിയായി മാറുമെന്ന് നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട്. തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന കേരളത്തിലും അത് കോൺഗ്രസിന് തലവേദനയാകും എന്നാണ് വിലയിരുത്തൽ. അതിനിടെ ശശി തരൂരിനെ BJPയുടെ ഭാഗമാക്കാൻ
രഹസ്യ നീക്കം നടക്കുന്നതായുള്ള സൂചനകളും ഏറുകയാണ്. കോൺഗ്രസിനുള്ളിൽ നിന്ന് കോൺഗ്രസിനെതിരെ കലാപക്കൊടി ഉയർത്തുന്ന പതിവ് ശൈലി ഇനി എത്ര നാൾ ശശി തരൂരിന് തുടരാൻ ആവുമെന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും ഉദ്വേഗം ഉണർത്തുന്നത്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഒരിടവേള കൂടി. ലക്ഷ്യ. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം ഇപ്പോൾ നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെന്ററിൽ കേക്ക് മുറിച്ച് ആഘോഷിക്കുകയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരുമെല്ലാം ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികമാണ് ഇന്ന് ആഘോഷിക്കുന്നത്. അങ്ങനെ അധികാരത്തിൽ 9ാം വർഷം പൂർത്തിയാക്കുകയാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഭരണ തുടർച്ച എന്ന അപൂർവ നേട്ടവും മുഖ്യമന്ത്രി അതിലൂടെ സ്വന്തമാക്കി. ഇനി ഏറ്റവും നിർണായകമായ 5ാം വർഷത്തിലേക്ക് കടക്കുകയാണ് സർക്കാർ. 3ാം തവണയും LDF സർക്കാർ വരും എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണുള്ളത്. ഇപ്പോൾ സിയാലിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരെല്ലാം പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മുഖ്യമന്ത്രി കേക്ക് മുറിച്ച് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വിപുലമായ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കേരളം എന്ന പേരിൽ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ട തരത്തിലുള്ള വിപുലമായ പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു. അതിന് പുറമെയാണിപ്പോൾ സിയാലിൽ 4ാം വാർഷികാഘോഷം നടക്കുന്നത്. മന്ത്രിമാരായ ഗണേഷ് കുമാർ, റോഷി അഗസ്റ്റിൻ, കെ രാജൻ, കൃഷ്ണൻകുട്ടി തുടങ്ങിയവരെയൊക്കെ ദൃശ്യങ്ങളിൽ കാണാം. അല്പസമയത്തിനകം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് കരുതുന്നത്.
തുടർഭരണത്തിൽ തുടർച്ച എന്ന അപൂർവ സ്വപ്നവുമായാണ് പിണറായി സർക്കാർ ഇന്ന് 4ാം വാർഷികം ആഘോഷിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാർ 5ാം വർഷത്തിലേക്കാണ് കടക്കുന്നതെങ്കിലും 9ാം വാർഷികമെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. ആദ്യ സർക്കാരിന്റെ 5 വർഷങ്ങൾ കൂടി ചേർത്താണിത്. വികസന പദ്ധതികൾ ട്രാക്കിലായി കഴിഞ്ഞത് സർക്കാരിന്റെ ആത്മവിശ്വാസം ഇരട്ടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പണം കണ്ടെത്തൽ ഇപ്പോഴും വെല്ലുവിളിയാണ്. പിണറായി വിജയനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും നിരീക്ഷകരെയും രാഷ്ട്രീയ പ്രവാചകരെയും അത്ഭുതപ്പെടുത്തിയ വിജയം 2021 ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് വിജയം കേരളത്തെ ശരിക്കും ഞെട്ടിച്ചു. കാരണം ഭരണ തുടർച്ച രാഷ്ട്രീയ കേരളത്തിന് ആദ്യ അനുഭവമായിരുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് വരെയും സർക്കാരും ഇടതുമുന്നണിയും നേരിട്ടത് സമാനതകളില്ലാത്ത പ്രതിസന്ധി. ഒന്നിനു പുറകെ മറ്റൊന്നായി വിവാദങ്ങൾ. അവിടെ നിന്നായിരുന്നു UDF-നെ ബഹുദൂരം പിന്നിലാക്കി പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേര ഉറപ്പിച്ചത്. ഭരണ തുടർച്ച 2021 അത്ഭുതമായിരുന്നുവെങ്കിൽ തുടർഭരണത്തിലെ തുടർച്ചയാണ് ഇപ്പോൾ സർക്കാരിന്റെ ലക്ഷ്യം. മാത്രമല്ല പിണറായി സർക്കാരിന്റെ 3ാം ടേം ഉറപ്പെന്ന് CPM-ഉം ഇടതുമുന്നണിയും ഒരുപോലെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുമുണ്ട്. ഒരിക്കലും നടക്കില്ലെന്ന് എഴുതിത്തള്ളിയ വൻകിട പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയതാണ് 2ാം പിണറായി സർക്കാരിന്റെ പ്രധാന ഭരണ നേട്ടം. വിഴിഞ്ഞം രാജ്യത്തെ 1ാം നമ്പർ തുറമുഖമായി വളരുകയാണ്. കേന്ദ്രവും കേരളവും ഒരു ഘട്ടത്തിൽ ഉപേക്ഷിച്ചതാണ് സംസ്ഥാനത്തെ ദേശീയപാതാ വികസനം. അതും മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയാകും. കേന്ദ്ര സഹായത്തോടെയുള്ള പദ്ധതിയാണെങ്കിലും സ്ഥലമേറ്റെടുപ്പിലടക്കം സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ മാതൃകാപരമായി. ദേശീയപാതകൾ മാത്രമല്ല, നഗര റോഡുകളും ഗ്രാമീണ പാതകളും പുതുവേഗം ആർജിച്ചു കഴിഞ്ഞു. വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങളും സർക്കാർ ഉയർത്തിക്കാട്ടും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലാണ് വൻകിട പദ്ധതികളുമായി പിണറായി സർക്കാർ മുന്നോട്ടു പോകുന്നത്. എന്നാൽ ഇടതിന് ഭരണ തുടർച്ച ഉറപ്പാക്കിയ പെൻഷനടക്കമുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ഇപ്പോഴും ട്രാക്കിലായിട്ടില്ല. കൂടുതൽ ക്ഷേമ പ്രഖ്യാപനങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്ന സർക്കാരിന് മുന്നിലെ വെല്ലുവിളിയും മെലിഞ്ഞ ഖജനാവാണ്. ആഭ്യന്തര വകുപ്പും ആരോഗ്യ വകുപ്പും ഇപ്പോഴും സർക്കാരിനെ പേരുദോഷം കേൾപ്പിക്കുന്നുണ്ട്. ആദ്യ സർക്കാരിനേതുപോലെ മന്ത്രിമാർ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ലെന്ന് വിലയിരുത്തലുകളുണ്ട്. മുഴുവൻ അധികാരവും മുഖ്യമന്ത്രിയിൽ കേന്ദ്രീകരിക്കുന്നതിന്റെ പരിഭവങ്ങൾ CPM-ലും മുന്നണിയിലും തലപൊക്കുന്നു. ചില ഘടകകക്ഷികൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF-ലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എങ്കിലും UDF-നെ അപേക്ഷിച്ച് കെട്ടുറപ്പുള്ള മുന്നണി സംവിധാനമാണ് ഇപ്പോഴും ഇടതുമുന്നണി. കോൺഗ്രസിലെ തമ്മിലടിയും BJP-യിലെ അസ്ഥിരതയും ഇടതിന്റെ പ്രതീക്ഷകൾ ഉയർത്തുന്നു. സർക്കാർ ജീവനക്കാരെ ഒപ്പം നിർത്താനുള്ള നടപടികൾ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. സാമുദായിക ശക്തികളുമായുള്ള പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കണം. വയനാട് പുനരധിവാസം സമയബന്ധിതമായി നടപ്പാക്കണം. അങ്ങനെ വെല്ലുവിളികളുടെ പട്ടിക നീളുന്നു. ഏറെ പ്രതീക്ഷകൾക്കും അത്ര ചെറുതല്ലാത്ത പ്രതിസന്ധികൾക്കുമിടയിലാണ് 2ാം പിണറായി സർക്കാർ 5ാം വർഷത്തിലേക്ക് കടക്കുന്നത്. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. 5ാം വർഷത്തിലേക്ക് കടന്ന 2ാം പിണറായി സർക്കാരിന് 100-ൽ 99.5 മാർക്ക് നൽകുന്നുവെന്ന് മന്ത്രി V ശിവൻകുട്ടി ന്യൂസ് 18നോട്. 3ാം LDF സർക്കാർ ഉറപ്പാണ്. നടപ്പാക്കാൻ കഴിയില്ലെന്ന് കരുതിയ പല പദ്ധതികളും സർക്കാർ യാഥാർത്ഥ്യമാക്കി. വികസന പദ്ധതികളുമായി സർക്കാർ മുന്നോട്ട് തന്നെ പോവുകയാണെന്നും മന്ത്രി പറഞ്ഞു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 4 വർഷക്കാലമായി ഗവൺമെന്റിനെതിരെ യാതൊരു അങ്ങനെ ഒരു ഗൗരവമേറിയ ഒരു സമരവും അല്ലെങ്കിൽ എതിർപ്പും പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോഴും ഞങ്ങളുടെ 4ാം പിറന്നാൾ ആഘോഷിക്കുന്ന അവസരത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ സാന്നിധ്യവും അവരുടെ ആവേശവും കണ്ടാൽ ഉറപ്പായി 3ാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായിട്ടുള്ള 3ാം ഗവൺമെന്റ് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒന്ന് ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ പറയുന്നത് അഴിമതി രഹിതമായിട്ടുള്ള ഒരു ഭരണമാണ് കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് 99.5 ആണല്ലോ വന്നിരിക്കുന്നത്. ആ മാർക്കിന് കൊടുക്കാൻ നോക്ക്. എല്ലാ വിഭാഗ ജനങ്ങൾക്കും വിശ്വാസമുള്ള ഒരു ഗവൺമെന്റായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. കൊച്ചി വിമാനത്താവളത്തിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണ പദ്ധതി സിയാൽ 2.0 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. 200 കോടി രൂപ ചെലവിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായി വിമാനത്താവളങ്ങളിലും പരിസരങ്ങളിലുമായി 4000 AI ക്യാമറകൾ സ്ഥാപിക്കും.
കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം സമ്പൂർണ്ണ ഡിജിറ്റലാക്കുക, യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യം, സൈബർ സുരക്ഷയിൽ ആധുനികവൽക്കരണം, ഇതാണ് പദ്ധതി ലക്ഷ്യം. 200 കോടി രൂപയാണ് പദ്ധതി ചിലവ്. വിമാനത്താവളത്തിന്റെയും പരിസര പ്രദേശത്തിന്റെയും സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി 4000 AI അധിഷ്ഠിത നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയാണ്. അതുപോലെ നിലവിലുള്ള എല്ലാ ഡിജിറ്റൽ സംവിധാനങ്ങളും ആധുനികവൽക്കരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളിൽ കാണുന്നത് പോലുള്ള ഫുൾ ബോഡി സ്കാനറുകൾ ഏർപ്പെടുത്തുകയാണ്. പദ്ധതിയുടെ ഭാഗമായി സുരക്ഷാ പരിശോധനയ്ക്ക് ഫുൾ ബോഡി സ്കാനറുകൾ വരും. ആഭ്യന്തര രാജ്യാന്തര ടെർമിനലുകളിൽ ഓരോന്ന് വീതം പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യം സ്ഥാപിക്കും. ഇതോടെ CISF ഉദ്യോഗസ്ഥർ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് യാത്രക്കാരിൽ നടത്തുന്ന ദേഹപരിശോധന ഒഴിവാക്കാം. ഹാൻഡ് ബാഗേജുകൾ അതിവേഗത്തിൽ സ്കാൻ ചെയ്യാൻ കഴിയുന്ന ഓട്ടോമാറ്റിക് ട്രേ റിട്രീവർ സിസ്റ്റമാണ് മറ്റൊരു പരീക്ഷണം. സുരക്ഷ ശക്തമാക്കാനായി 4000 AI ക്യാമറകൾ സ്ഥാപിക്കും. സൈബർ ഡിഫൻസ് ഓപ്പറേഷൻ പ്രവർത്തന സജ്ജമാകുന്നതോടെ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട എല്ലാ ഓൺലൈൻ സംവിധാനങ്ങളും തദ്ദേശീയമായി കൈകാര്യം ചെയ്യാനാകും. സിയാൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ മന്ത്രി P. രാജീവ് അധ്യക്ഷനായി. സിയാൽ ഡയറക്ടർ MA യൂസഫ് അലി, MP-മാർ, MLA-മാർ, മറ്റു ജനപ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 കൊച്ചി. ഒരിടവേള കൂടി.
കാമേഴ്സ് ലക്ഷ്യം. അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മുന്നണി വിപുലീകരണം സാധ്യമാക്കുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. ജോസ് കെ മാണി വിഭാഗത്തെ UDFൽ തിരികെ എത്തിക്കും. ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി ആരാകണമെന്നത് തർക്കമാവില്ല. ഈഴവ വിഭാഗത്തിന് KPCC അധ്യക്ഷ സ്ഥാനം നൽകണമെന്ന് നിർബന്ധമില്ല. സംസ്ഥാന സർക്കാർ പൂർണ്ണ പരാജയമാണെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. പിണറായി വിജയൻ സർക്കാർ 9ാം വർഷത്തിലേക്കും രണ്ടാം പിണറായി വിജയൻ സർക്കാർ 4ാം വർഷത്തിലേക്കും കടക്കുമ്പോൾ സർക്കാരിന്റെ വാർഷിക ദിനം കരിദിനമായി ആചരിക്കാനാണ് കോൺഗ്രസ് അല്ലെങ്കിൽ UDF തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശ് നമുക്കൊപ്പമുള്ളത്. തെരഞ്ഞെടുപ്പുകളുടെ കാലമാണ് വരാൻ പോകുന്നത്. ഈ ഒരു നേതൃതലത്തിലെ ഒരു പെട്ടെന്നുള്ള മാറ്റം, കെ സുധാകരനായാലും നേരത്തെ പറഞ്ഞു ഇപ്പോൾ ഒരു മാറ്റമൊന്നും ഉടനെ ഇല്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത്. പക്ഷെ പെട്ടെന്നൊരു തീരുമാനം വന്നു. അത് ഈ കഴിഞ്ഞ 9 വർഷത്തെ പോരാട്ടങ്ങളുടെ ഒരു ഉശിരു കുറവാണ് എന്നൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇല്ല, അങ്ങനെ അത്തരത്തിലൊരു ചിന്തയും മറ്റു കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പാർട്ടിയുടെ ഒരു ഘടകത്തിനുള്ള വ്യത്യാസം അല്ലെങ്കിൽ ചുമതലകളെ ഏൽപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങനെ ഒരു തോന്നൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്ന് ചോദിച്ചാൽ 4 വർഷക്കാലം അദ്ദേഹം KPCC പ്രസിഡൻ്റായി ചുമതല ഏറ്റെടുത്തു. പല കാര്യങ്ങളും നിറവേറ്റി. പിന്നെ പല നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും എല്ലാത്തിനെയും തൻ്റെ അടുത്തോടുകൂടി നേരിട്ടു. അതുകൂടാതെ തന്നെ മറ്റു ഓരോ പ്രവർത്തനങ്ങളും അതിൽ അദ്ദേഹം ഇരിക്കുന്ന കാലഘട്ടത്തിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഓരോ പ്രവർത്തനങ്ങൾ നിറവേറ്റി മുമ്പോട്ട് വന്ന ഒരു സമയമാണത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ പാർട്ടിയുടെ ഒരു തീരുമാനം എന്നുള്ള നിലയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഒരു തീരുമാനമെടുത്തപ്പോൾ അത് കേരളത്തിലും നടപ്പാക്കി. അത്ര താങ്കൾ തൃപ്തനാണോ UDF കൺവീനർ എന്ന ഈ ഒരു സ്ഥാനത്ത്? ഒരു ഫേസ് ഷിഫ്റ്റ് വന്നപ്പോൾ ഇങ്ങനൊരു പദവി ഞാൻ അങ്ങനെ പദവി ഒന്നും പ്രതീക്ഷിച്ചില്ല. നമ്മളുടെ അധ്വാനവും നമ്മുടെ പ്രവർത്തനവും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാനും ഈ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു അംഗീകാരം നൽകിയിരിക്കുന്നു. ആ അംഗീകാരം തീർച്ചയായിട്ടും ഞാനത് ഏറ്റെടുക്കുക മാത്രമല്ല എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റണമെന്ന് ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. കുറച്ചുകൂടെ വലിയ അംഗീകാരം, ഇത്രയും വലിയ പോരാളിയാണ് താങ്കൾ. ഈ CPM കോട്ടകളിലാണ് വിള്ളൽ വീഴ്ത്തി മുന്നോട്ട് പോകുന്നത്. അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ ഓരോ സമയത്തും ഓരോ രീതിയിൽ പാർട്ടിക്ക് എല്ലാം എന്നെ മാത്രമായിട്ട് വെക്കണം, അല്ലെങ്കിൽ എന്നെ നേതൃത്വത്തിൽ പ്രസിഡന്റ് ആവണമെന്നൊക്കെ ഒരു പ്രവർത്തനം ആഗ്രഹിക്കും. അല്ല, അത് പ്രവർത്തകർ ആഗ്രഹിക്കും എന്ന് വെച്ചാൽ ആഗ്രഹം ഇല്ല എന്നുള്ളതല്ല. പക്ഷേ എങ്കിലും എന്നെ ഏൽപ്പിച്ച ജോലികൾ പാർട്ടിക്ക് വേണ്ടി ഞാൻ നിറവേറ്റണം. അതാണ് എന്റെ ഉത്തരവാദിത്വം. ഈ സാമുദായിക സമവാക്യങ്ങൾ കുറച്ചു നാളായി കുഴഞ്ഞു മറിഞ്ഞു നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കോൺഗ്രസിൽ. അത് പുറത്തുനിന്നുള്ള പലപ്പോഴും ഒരു മുറവിളിയായി ഉയരുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ഷഫ്ലിങ്ങിലും അങ്ങനെ പരിഗണനകൾ കൂടി ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, സാമുദായിക സമവാക്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ സുധാകരൻ, മുല്ലപ്പള്ളി, VM സുധീരൻ തുടങ്ങിയവെല്ലാം ഈഴവ സമുദായത്തിൽ നിന്നാവുന്ന. അപ്പോൾ ഈഴവ സമുദായം പത്മരായ സാറ്, അപ്പോൾ ഈഴവ സമുദായത്തിന് വേണ്ടി മാത്രമായി ഇത് സംവരണം ചെയ്തിട്ടുള്ളതാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് കോൺഗ്രസ് ഓരോ സമയത്തും അതിൻ്റെതായ തീരുമാനങ്ങൾ എടുക്കും. ആ തീരുമാനങ്ങൾ ശിരസ വഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പക്ഷേ ക്രൈസ്തവ സമുദായങ്ങൾ കുറച്ച് അകന്നു തുടങ്ങിയിരുന്നു. കാരണം പ്രത്യേകിച്ചും BJP വോട്ട് ബാങ്ക് ഒക്കെ അവിടെ സൃഷ്ടിക്കുന്നു. ഈ കേരള കോൺഗ്രസിന്റെ മാണി ഗ്രൂപ്പ് മുന്നണിയിൽ നിന്ന് പോകുന്നു. അത്തരമൊരു വിള്ളൽ ഉണ്ടായിട്ടില്ലേ? ഈ പ്രത്യേകിച്ചും താങ്കൾ മുന്നണി കൺവീനർ ആകുമ്പോൾ ഉള്ള ഒരു വെല്ലുവിളി കൂടി ഈ ചോർച്ച വന്ന ഇടങ്ങളിൽ ഒട്ടിച്ചേർക്കുക എന്നുള്ളത്. അല്ല, തീർച്ചയായിട്ടും മുന്നണി കൺവീനർ എന്നുള്ള നിലയിൽ പല നേതൃത്വമായി ആലോചിച്ചുകൊണ്ട് ഈ മുന്നണി സംവിധാനത്തിലേക്ക് എങ്ങനെയൊക്കെ വിട്ടുപോയിട്ടുള്ള ആളുകളെ കൊണ്ടുവരാൻ കഴിയുമെന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കും. അതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് മറുപടി പറയേണ്ട ഒരു കാര്യമല്ല. അത് UDF ഒത്തുചേർന്ന് കൂടുന്ന അവസരത്തിൽ പല ഘടകകക്ഷികളുണ്ട്, അവരുമായൊക്കെ ആശയവിനിമയം നടത്തി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് വരുന്നുണ്ട്. അതിന് നമുക്ക് എന്ത് ചെയ്യണം എന്നൊരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ തരത്തിലേക്ക് മുമ്പോട്ട് പോകേണ്ടതായിട്ട് വരും. എന്തായാലും എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പാർട്ടി UDF വിട്ടുപോയിട്ടുള്ള ആളുകളൊക്കെ മടങ്ങി വരണമെന്നുള്ളതാണ്. അവരെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്നതിനെ കുറിച്ച് ആലോചിക്കും. കേരള കോൺഗ്രസ് എത്തണമെന്ന് തന്നെയാണ് താങ്കളുടെ, അല്ലെ മാണി ഗ്രൂപ്പ് എത്തണമെന്ന് തന്നെയാണ്? മാണി ഗ്രൂപ്പ് മാത്രമല്ലല്ലോ, മറ്റു പല ഘടകകക്ഷികളും ഉണ്ട്. അവരൊക്കെ വരണം.
അങ്ങനെ വന്നെങ്കിലേ ഈ ജനാധിപത്യ പ്രസ്ഥാനം പടുത്തുയർത്തിക്കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഉള്ള അസംതൃപ്തി കേരളത്തിലുടനീളമുണ്ട്. അതിനൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ. സർക്കാരിന്റെ 4ാം വാർഷിക ദിനം, രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷിക ദിനം കരിദിനമായാണ് പ്രതിപക്ഷം ആചരിക്കുന്നത്. അതേക്കുറിച്ച് കൂടി സംസാരിക്കുകയായിരുന്നു UDF കൺവീനർ അടൂർ പ്രകാശ്. എന്തായാലും രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി വാർത്തകൾ വളരെ വിശദമായി പരിശോധിക്കുന്ന സമയമാണ്. ന്യൂസ് 10-ൽ TG സജിത് ചേരും. രാവിലെയിൽ വീണ്ടും നമുക്ക് നാളെ കാണാം.